നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ വളർച്ച അത് ശരിക്കും ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയല്ലേ? കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ഡെവലപ്പ് നേഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യമേഖല കേരളത്തിൻ്റെ തന്നെ. അതുമാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറവ് IMR റേറ്റുള്ള സ്റ്റേറ്റ് തന്നറിയും, അത് നമ്മുടെ കേരളമാ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അങ്ങനെയാണെങ്കിൽ MMR റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് കേരളം തന്നെ. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ അല്ലെ, പ്രസവ സമയത്ത് ഉണ്ടാവണ മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. നമ്മുടെ പാൻഡമിക് മാനേജ്മെന്റിന്റെ കാര്യത്തിലെ കേരളം ഈ മഹാമാരികളെ നേരിട്ടതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ കാര്യങ്ങളാണ്. ശരിയാ, 2018 നിപ പ്രതിരോധമൊക്കെ അന്ന് WHO വരെ അംഗീകാരം നേടിയിട്ടുണ്ട്. നമ്മുടെ COVID-19 ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ ഓർമ്മയില്ലേ? കേരളത്തിലെ താഴെ തട്ടിൽ നിൽക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വരെ എടുത്തു പറയപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഇത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ 60ാം വാർഷിക സമയത്ത് കേരള സർക്കാർ നവകേരള മിഷനുമായിട്ട് വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആർദ്രം പദ്ധതി ഇങ്ങനെ ആശുപത്രികളിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ ആർദ്രം പദ്ധതി വഴിയല്ലേ ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എല്ലാം ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആയിട്ട് മാറിയത്? ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സയുമായിട്ട് കേരള സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരുണ്യ പദ്ധതിയല്ലേ? ഏകദേശം 5 ലക്ഷം രൂപയാണ് എല്ലാ വർഷവും അർഹരായ കുടുംബം ഈ ഒരു ഒറ്റ പദ്ധതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുതിർന്നവർക്ക്, കുട്ടികൾക്ക് അങ്ങനെ പ്രായവ്യത്യാസമില്ലാതെ ഓരോ ചികിത്സാ സ്കീമുകളും കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വയോമിത്രം എന്ന് പറയുന്നത്. 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ് വയോമിത്രം. പ്രായമുള്ളവർ പോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ ആരോഗ്യം. അപ്പം കുട്ടികൾക്ക് എല്ലാ വർഷവും ആരോഗ്യകരണം പദ്ധതിയിലൂടെ 18 വയസ്സുള്ള കുട്ടികൾക്ക് APL BPL വ്യത്യാസമുള്ള സൗജന്യ ചികിത്സ കൊടുക്കാനായിട്ട് നമുക്ക് ആരോഗ്യകരണം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതുപോലെ ഹീമോഫീലിയ, സെർബ്രൽ പാൾസി ഇങ്ങനത്തെ ക്രോണിക് ഡിസീസുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി താലോലം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു പദ്ധതിയുണ്ട്. മാരകമായ രോഗങ്ങൾ ബാധിച്ചവർക്കും കിടപ്പിലായ രോഗികൾക്കും നേരെ വീട്ടിലെത്തി പരിചരണം നൽകുന്ന പാലിയേറ്റീവ് കെയർ സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. അത് ലോകത്തിന് തന്നെ കേരളം കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃക തന്നെയാണ്. നിങ്ങൾ തീരെ വയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഹെൽത്ത് സ്കീം വന്നതിന് ശേഷം നമ്മുടെ എല്ലാ റെക്കോർഡ്സും ഡീറ്റെയിലായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് കാരണം വന്നാലും നമ്മൾ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, എന്നാലും കാര്യം കേട്ടാ.